So finally I'm ready to show you guys my 2025 bullet journal. ബുള്ളറ്റ് ജേണൽ എന്നോ ഡയറി എന്നോ എന്ത് വേണേലും വിളിക്കാം കേട്ടോ. ഞാൻ ഇതിനകത്ത് എനിക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ എഴുതാറുണ്ട്. പിന്നെ കൂടുതലും ഞാൻ അറേഞ്ച് ചെയ്ത് ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യാൻ നോക്കും, ലൈക്ക് എ ബുള്ളറ്റ് ജേണൽ ഇറ്റ്സെൽഫ്. പക്ഷേ ചില സമയത്ത് ഞാൻ പടം വരയ്ക്കാറുണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് നോട്ട് എഴുതാറുണ്ട്, ടു ഡു ലിസ്റ്റ് എഴുതാറുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. സോ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഒരു ടെമോയിൽ നിന്ന് വാങ്ങിച്ച ഒരു സ്റ്റിക്കറാണ് കേട്ടോ. പിന്നെ ഈ ജേണൽ ഞാൻ നാട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്, മെനോറ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ. ഞാൻ ഇവിടെ വന്നിട്ട് പല ബുള്ളറ്റ് ജേണലും യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇതിൻ്റെ ഒരു ക്വാളിറ്റിയും ഇതിൻ്റെ ഈ ഒരു സൈസും ഇതെനിക്ക് പെർഫെക്റ്റാണ്. അപ്പോൾ ഈ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ ഞാൻ ഇത് കൂട്ട് ഒരു 2-3 ഓർഡർ ചെയ്ത് വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. ആമസോണിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഫസ്റ്റ് പേജ് ഇതാണ്. ഞാൻ ഒരു കാലിഗ്രഫി പെൻ വെച്ചിട്ട് ജസ്റ്റ് എൻ്റെ പേരെഴുതി, പിന്നെ കുറച്ച് ഫ്ലവേഴ്സ് വരച്ചു. യെല്ലോ എൻ്റെ ഫേവറേറ്റ് കളർ, അതുകൊണ്ടാണ് ഞാനിവിടെ യെല്ലോ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇത് ഈ 2024 ക്രിസ്മസിന് ഞങ്ങൾ എടുത്തിയ ഒരു പിക്ചറാണ്. ഞാൻ ജസ്റ്റ് അത് അവിടെ പേസ്റ്റ് ചെയ്തു, ഒരെണ്ണം എക്സ്ട്രാ ഉണ്ടായിരുന്നത്. പിന്നെ നെക്സ്റ്റ് പേജിൽ 2025 എന്ന് എഴുതിയിട്ടുണ്ട്, ജസ്റ്റ് ഒരു ഇയറിൻ്റെ ബിഗിനിങ് പോലെ. പിന്നെ ഒരു ബട്ടർഫ്ലൈയുടെ സ്റ്റിക്കറും അവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റേ കൂൾ എന്ന് എഴുതിയിരിക്കുന്നൊരു സ്റ്റിക്കറും ഉണ്ട്. ഇതെൻ്റെ വിഷൻ ബോർഡാണ് കേട്ടോ. 2025 ഞാൻ എല്ലാ വർഷവും മിക്കവാറും വിഷൻ ബോർഡ് ചെയ്യാറുണ്ട്. ബുള്ളറ്റ് ജേണലിൽ ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് റീസെൻ്റ് ആയിട്ടേ ഉള്ളൂ. നേരത്തെ ഞാൻ എൻ്റെ വോളിലായിരുന്നു ഒട്ടിച്ച് വെക്കുന്നത്. ഇത് ഞാൻ കവർ ചെയ്തിരിക്കുക, കാരണം വിഷൻ ബോർഡ് എല്ലാവർക്കും പേഴ്സണൽ അല്ലേ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കവർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഈ ബോർഡർ ചെയ്തിരിക്കുന്നത് ഞാൻ ഡോളർ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചൊരു ക്രാഫ്റ്റ് പേപ്പർ വെച്ചിട്ടാണ്. ഒരു 50 ഷീറ്റ്സ് ഉള്ള ഒരു ക്രാഫ്റ്റ് പേപ്പർ ഷീറ്റ് ഞാൻ വാങ്ങിച്ചായിരുന്നു. അപ്പം അത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ബോർഡർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് ഞാൻ പറഞ്ഞ ആ ഒരു പാക്കറ്റിലുള്ള ആ ഒരു സ്റ്റിക്കർ കേട്ടോ ഇത്. നെക്സ്റ്റ് പേജിൽ മൈ ഫ്യൂച്ചർ ഹോം. എനിക്ക് ഭയങ്കര കോസി ആയിട്ടുള്ള ഈ ഹിഗ്ഗി സ്റ്റൈലിലുള്ള ഒരു വീട്, അങ്ങനത്തെ ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനകത്ത് എനിക്ക് വേണ്ടത് എന്തൊക്കെയാണെന്നുള്ള രീതിയിലാണ് ഞാൻ ജസ്റ്റ് പിൻട്രസ്റ്റിൽ നിന്ന് കുറേ പിക്ചേഴ്സ് എടുത്തിട്ട് അതിങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കും കേട്ടോ. എനിക്ക് ഈ പേജ് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ബാക്കിൽ ഞാൻ ആ ക്രാഫ്റ്റ് പേപ്പർ, ഞാൻ പറഞ്ഞ ക്രാഫ്റ്റ് പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് ഞാൻ ഈ പടം ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഉള്ളത് ഇയർ അറ്റ് എ ഗ്ലാൻസ് എന്ന് പറയുന്ന ഒരു പേജുണ്ട്. ജസ്റ്റ് ജനുവരി തൊട്ട് ഡിസംബർ വരെയുള്ള എല്ലാ മന്ത്സും ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് സൈനസ് ആൻഡ് മൈഗ്രെയിൻ ട്രാക്കർ. എനിക്ക് സൈനസൈറ്റിസും മൈഗ്രെയിനും കോമൺ ആയിട്ട് എന്നാ പറയുന്നത് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പം ഈ ഇയർ ഞാൻ വിചാരിച്ചു, ഞാൻ കഴിഞ്ഞ തവണയെല്ലാം മന്ത്ലി ആയിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ഞാനോടത്ത് ഇയർലി അതിനെ ഒന്ന് ട്രാക്ക് ചെയ്യാമെന്ന്. കാരണം എനിക്ക് അറിയണം എത്ര ദിവസം എനിക്ക് ഏത് മന്തിലാണ് എനിക്ക് കൂടുതലായിട്ട് സൈനസൈറ്റിസ് വരുന്നതെന്നുള്ളത് എനിക്കൊന്ന് ട്രാക്ക് ചെയ്യണം. കൂടുതലും നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരിയിലാണ്, കാരണം അതിവിടെ വിൻ്റർ ആയതുകൊണ്ട്. പക്ഷേ എന്നാലും എനിക്കൊന്ന് അറിയണം. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രാവശ്യം ഇയർലി അത് എഴുതാമെന്ന് വിചാരിച്ചത്. ഈ ബോർഡർ ലൈനും ഞാൻ പറഞ്ഞ ക്രാഫ്റ്റ് പേപ്പറാണ് കേട്ടോ. ഈ ഒരു ബുള്ളറ്റ് ജേണൽ ഞാൻ കുറേ അത് യൂസ് ചെയ്തിട്ടുണ്ട്, കാരണം അതിവിടെ ഞാൻ ഒരുപാട് നാളായി വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യാതിരിക്കുമായിരുന്നു. നെക്സ്റ്റ് പേജ് 2025 എല്ലാ മന്ത്സും ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതും ഇയർ അറ്റ് എ ഗ്ലാൻസ് എന്ന് വേണമെങ്കിൽ പറയാം, കാരണം ഇതിനകത്ത് ഞാൻ എഴുതുന്നതും ഈ പറഞ്ഞ പോലെ ഇയർലി ആണ്. ഇതിപ്പം ജനുവരിയിൽ ഞാൻ ഓൾറെഡി ഫില്ല് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കാറിൻ്റെ സർവീസ് ഉണ്ടായിരുന്നു, ഇതും കാറിൻ്റെ സർവീസ് ഉള്ള ഡേറ്റാണ്. അപ്പോൾ അതെല്ലാം ഞാൻ ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് പേജ് തിങ്സ് ടു ഡു വെൻ ഐ ഫീൽ ഡൗൺ. ഇത് ഞാൻ എല്ലാ ബുള്ളറ്റ് ജേണലിലും ആഡ് ചെയ്യുന്ന കേട്ടോ. എനിക്ക് ഭയങ്കര ഒരു സങ്കടം അല്ലെങ്കിൽ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുന്ന ഒരു സമയമില്ലേ, അതായത് ഒരു മൂഡില്ല ഒന്നും ചെയ്യാൻ, ആ സമയത്ത് എന്നെ കുറച്ചൊന്ന് എനർജറ്റിക് ആക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അത് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അത് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാനായിട്ട് ഞാൻ സ്ഥലം ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് നോട്ട്സ് അല്ലെങ്കിൽ ഗോൾസ് എന്ന് പറഞ്ഞൊരു പേജ് ഇട്ടതാണ്, പക്ഷേ ഞാൻ അവിടെ ഇതൊന്നും ചെയ്തില്ല. മേ ബി എന്തെങ്കിലും ഇൻ ദ ഫ്യൂച്ചർ ഞാൻ ചെയ്യും അവിടെ. ഇനി നെക്സ്റ്റ് പേജ് ബുക്സ് റെഡ് ഇൻ 2025. ഞാൻ ഫസ്റ്റ് ബുക്ക് എൻ്റെ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പം ജനുവരി, ഇതിപ്പം 4-ാം തീയതിയാണ്, പക്ഷേ എന്നാലും ഞാൻ ഒരു ബുക്ക് കംപ്ലീറ്റ് ചെയ്തു. സോങ് ഓഫ് അക്കീലസ് എന്ന് പറഞ്ഞിട്ട്, ദ സോങ് ഓഫ് അക്കീലസ്, മാഡനൽ മില്ലറിൻ്റെ ഒരു ബുക്കാണ്. അത് ഞാൻ അത്ര ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ആ ബുക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, കാരണം അതൊരു ഹിസ്റ്ററിക്കൽ ഫിക്ഷനാണ്. ഒരുപാട് ഫാൻസ് ഉണ്ട് ആ ബുക്കിന്, പക്ഷേ എന്തോ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല.
ഇവിടെ ഞാൻ അതിൻ്റെ ഒരു കവർ പേജിൻ്റെ പ്രിൻ്റ് എടുത്തിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കോളം ഇട്ടിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിക്കുന്നത്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു 14-15 ബുക്സ് റീഡ് ചെയ്തായിരുന്നു. അപ്പം ഞാനെല്ലാം ഇങ്ങനെ ഈ ഒരു പേജിൽ ഈ ഒരു വർഷത്തേത് എഴുതാമെന്ന് വെച്ചിട്ടാണ്. പിന്നെ ഇതിൻ്റെ റേറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. എനിക്കൊരു ബുക്ക് ജേർണൽ സെപ്പറേറ്റ് ഉണ്ട്, അപ്പോൾ അതിനകത്താണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുന്നത്. ഇനി നെക്സ്റ്റ് ജനുവരി മന്ത് ഞാൻ ജസ്റ്റ് ഒരു ബട്ടർഫ്ലൈ ആൻഡ് ഫ്ലവേഴ്സ് ഒരു തീമാണ് കൊടുത്തത്. ഇതാണ് ഈ മന്ത് അറ്റ് എ ഗ്ലാൻസ്, റൈറ്റ്? 2-ാം തീയതി എന്ത് സംഭവിച്ചു, 3-ാം തീയതി, അങ്ങനെ ജസ്റ്റ് ഒരു ചെറിയൊരു ഓവർവ്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതും ഈ പറഞ്ഞ പോലെ ക്രാഫ്റ്റ് പേപ്പർ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് പേജ് മൂഡ് ട്രാക്കർ ആൻഡ് ഹാബിറ്റ് ട്രാക്കർ ഫോർ ജനുവരി. മൂഡ് ട്രാക്കറിൽ ഞാനൊരു കോഫി തീമാണ് കൊടുത്തിട്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഓരോ മൂഡ്സ് ഞാൻ ട്രാക്ക് ചെയ്യുന്നത്. ഈ 45 എന്ന് എഴുതിയിരിക്കുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന ഈ കളർ പെൻ ഉണ്ടല്ലോ, അതിൻ്റെ നമ്പറാണ്. കാരണം അല്ലെങ്കിൽ എനിക്കിതെല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുന്നത് മാറിപ്പോവും. അത് കാരണം ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ. ഇതെല്ലാം ഞാൻ പിൻട്രസ്റ്റിൽ നിന്നാണ് കേട്ടോ ഇതിൻ്റെ എല്ലാം ഇൻസ്പിറേഷൻ എടുത്തിരിക്കുന്നത്. ഓരോ ആൾക്കാർ ചെയ്തിരിക്കുന്നത് നോക്കി ഞാനത് കുറച്ചൊന്ന്, ചിലതൊക്കെ എൻ്റേതായ രീതിയിൽ വ്യത്യസ്തമായിട്ട് ചെയ്തിട്ടുണ്ട്, ചിലതൊക്കെ അതുപോലെ തന്നെ ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹാബിറ്റ് ട്രാക്കർ ഞാൻ ജസ്റ്റ് എന്നാ പറയുന്നത് ഒന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇതാണ്. ഞാൻ അധികം യൂസ് ചെയ്യത്തില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷേ ഇന്ന് വരെയുള്ളത് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് പേജാണ് എൻ്റെ വീക്ക്ലി സ്പ്രെഡ്. വെനസ്ഡേ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1st of January വെനസ്ഡേ അല്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കേട്ടോ വെനസ്ഡേയിൽ സ്റ്റാർട്ട് ചെയ്തത്. വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ ആൻഡ് സൺഡേ. അപ്പോൾ ഇവിടെ മൺഡേ എഴുതാനായിട്ടല്ല, നെക്സ്റ്റ് പേജിൽ ഞാൻ മൺഡേ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കാരണം ഞാനിവിടെ ജസ്റ്റ് നോട്ട്സ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു മേ ബി ഒരു വീക്ക്ലി റീക്യാപ്പോ അങ്ങനെ എന്തെങ്കിലുമാണ് ഞാൻ അവിടെ എഴുതാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ 2025 ബുള്ളറ്റ് ജേർണൽ. ഞാൻ ഇത്രയും പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഈ പറഞ്ഞ പോലെ എൻ്റെ ബുള്ളറ്റ് ജേർണൽ സാധാരണ ഞാൻ വീക്ക്ലി സ്പ്രെഡ് മാത്രമല്ല എഴുതുന്നത്. ഇപ്പം മന്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വീക്ക്ലി സ്പ്രെഡ് മാത്രമല്ല, ഞാൻ ചിലപ്പം ഇവിടെ വേറെ കാര്യങ്ങളൊക്കെ പലതും എഴുതാറുണ്ട്. ചിലപ്പോൾ എനിക്കൊരു കോട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാനത് ചിലപ്പോൾ എഴുതും. അല്ലെങ്കിൽ പിൻട്രസ്റ്റിലൊക്കെ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നോക്കുമ്പം എന്തെങ്കിലും ഒരു ടിപ്സ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ എനിക്ക് ചിലപ്പോൾ ഒരു റെസിപ്പി ആയിരിക്കും, അത് ഞാൻ എഴുതാറുണ്ട്. അത് കഴിഞ്ഞിട്ട് അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീക്ക്ലി സ്പ്രെഡും ഒരുമിച്ച് എഴുതാത്തത്. കാരണം മേ ബി ഞാൻ 2-3-4 പേജ് കഴിഞ്ഞിട്ടായിരിക്കും നെക്സ്റ്റ് വീക്കിൻ്റെ സ്പ്രെഡ് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എൻ്റെ പഴയ ചാനലൊക്കെ ഫുള്ളായിട്ടുള്ളത് കാണണമെന്നുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞാൽ മതി, ഞാൻ വീഡിയോ ഇടാം കേട്ടോ. താങ്ക് യു.